66 വർഷം മുമ്പ് മൂവാറ്റുപുഴ നഗരസഭയിൽ ആദ്യ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വിജയിച്ച പുരുഷോത്തമൻ പിള്ളയുടെ മകൻ ഇന്ന് വീണ്ടും അതേ വാർഡിൽ മത്സരിക്കുന്നു. 15ാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന ബിജു പുത്തൻപുരയാണ് മത്സര രംഗത്തുള്ളത്. 66 വർഷങ്ങൾക്കിപ്പുറം മത്സര രംഗത്തിറങ്ങുമ്പോൾ അച്ഛന്റെ ഓർമ്മകളും വികസന പ്രവർത്തനങ്ങളും വോട്ടായി മാറുമെന്ന ഉറപ്പിലാണ് ബിജു വീടുകൾ കയറിയിറങ്ങി വോട്ട് അഭ്യർത്ഥിക്കുന്നത്. 1959 മൂവാറ്റുപുഴ നഗരസഭ രൂപം കൊണ്ട അന്ന് നഗരസഭയിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച പുരുഷോത്തമൻ പിള്ളയുടെ മകൻ ഇന്ന് അതേ വാർഡിൽ LDFനായി മത്സര രംഗത്തുണ്ട്. 66 വർഷങ്ങൾക്കിപ്പുറം അച്ഛൻ പുരുഷോത്തമൻ പിള്ളയുടെ ഓർമ്മകളും വികസന പ്രവർത്തനങ്ങളും എടുത്തു പറഞ്ഞാണ് മകനായ ബിജു പുത്തൻപുര ഇപ്പോഴത്തെ 15ാം വാർഡിൽ വോട്ടർമാരോട് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. നഗരസഭയിൽ 4 തവണ കൗൺസിലറായിരുന്ന ആളാണ് പുരുഷോത്തമൻ പിള്ള. വാർഡിലെ വികസന പ്രവർത്തനങ്ങൾക്ക് എന്നും ചുക്കാൻ പിടിക്കുകയും വികസന പ്രവർത്തനങ്ങൾ വാർഡിൽ എത്തിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം. 66 വർഷങ്ങൾക്കിപ്പുറം മകൻ മത്സര രംഗത്തിറങ്ങുമ്പോൾ വലിയ സ്വീകാര്യതയാണ് ജനങ്ങളിൽ നിന്നും ലഭിക്കുന്നതെന്നും ബിജു പുത്തൻപുര പറഞ്ഞു. 10 വർഷത്തിന് ശേഷം ഈ വാർഡിൻ്റെ റോഡുകൾ ഒരു തുള്ളി ടാറ് കണ്ടിട്ടില്ല. കഴിഞ്ഞ ഈ സംസ്ഥാനം ഭരിക്കുന്ന LDF ഗവൺമെൻറ് ഈ മുനിസിപ്പാലിറ്റിക്ക് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 6,75,00,000 രൂപ റോഡ് ടാർ ചെയ്യാൻ കൊടുത്തു. അവരത് വിനിയോഗിച്ചില്ല, അത് ലാപ്സായിപ്പോയി. അതുകൊണ്ടാണ് ഈ റോഡുകൾ കിടക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ റോഡിൻ്റെ സൈഡിൽ കൂടെയുള്ള പുല്ല് കാടുകൾ 2 മാസം കൂടുമ്പോഴും സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഒരിടത്തൊന്നും കത്തുന്നില്ല. ഒരാൾ ജയിച്ചു പോയി, പിന്നെ അതിനെ കണ്ടിട്ടില്ല. ഞാൻ കുറ്റപ്പെടുത്തുമല്ല, ഉള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതിന് വരുമ്പോൾ അതിനോട് പരിഹാരം കാണാനായിട്ട് ഞാൻ ആത്മാർത്ഥമായി ശ്രമിക്കും. പിന്നെ ഇവിടെ 3 കടവുകളുണ്ട്. ഒന്ന് അയ്യപ്പൻ കടവ്. അയ്യപ്പൻ കടവ് എന്ന് വെച്ചാൽ മണ്ഡലമാസം വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഞങ്ങളുടെ LDF ഭരിച്ചുകൊണ്ട് നല്ല രീതിയിൽ മണ്ഡലമാസം വരുമ്പോൾ കടവ് നന്നാക്കുകയും പിന്നെ ഒരു പുത്തമ്പുര കടവുണ്ട്, പിന്നെ താഴെ വള്ളക്കടവുണ്ട്. അതൊന്നും നന്നാക്കില്ല, പിടിക്കില്ല, ഒന്നുമില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. 1959 മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റി ഉണ്ടാകുന്നത്. 59 മുനിസിപ്പാലിറ്റി ഉണ്ടായപ്പോൾ ആദ്യം ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് വന്നത്. ആ ഗവൺമെൻറ്റിൽ ഇടതുപക്ഷ കൗൺസിലാണ് വന്നത്. ആ കൗൺസിലിലെ ഏറ്റവും ആദ്യത്തെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ N പരമേശ്വരൻ നായർ, കുക്കു പരമേശ്വരൻ്റെ ഫാദർ. അദ്ദേഹത്തിൻ്റെ ഒപ്പം എൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു. എല്ലാവരും 16 വാർഡുകളാണ് അന്നുണ്ടായിരുന്നത്. അതിനകത്ത് നല്ല രീതിയിൽ പോകുന്നു. പിന്നീട് എൻ്റെ അച്ഛൻ 4 ടൈം ഇവിടെ കൗൺസിലറായിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു അനുഭവം എനിക്കുണ്ട്. ഞാൻ അച്ഛൻ്റെ ഒപ്പം ഇതേ വാർഡിൽ തന്നെ. അന്ന് 19ാം വാർഡ്, പിന്നെ ലാസ്റ്റത്തെ വാർഡായിരുന്നു 16ാം വാർഡ്. അന്ന് ആദ്യം മുനിസിപ്പാലിറ്റി തുടങ്ങി അന്ന്. പിന്നീട് വന്ന് 19, പിന്നെ 20 വാർഡായി. അതിൽ 19ാം വാർഡിൽ നിന്നാണ് പിന്നീട് അച്ഛൻ ജയിച്ചു വന്നത്. അച്ഛൻ്റെ ഒപ്പം വർക്കിനിറങ്ങിയൊരു എക്സ്പീരിയൻസ് എല്ലാം എനിക്കുണ്ടെന്നുള്ള നല്ല ബോധ്യമുണ്ട്. അന്ന് മത്സരിച്ച 16 പേരിൽ ഒരാളായിരുന്നു പുരുഷോത്തമൻ പിള്ള. 4 തവണ അദ്ദേഹം മാറി മാറി വന്ന വാർഡുകളെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. അച്ഛനൊപ്പം പ്രചരണത്തിനിറങ്ങിയ ഓർമ്മകളും ബിജു പങ്കുവയ്ക്കുന്നു. ഇപ്പോഴത്തെ 15ാം വാർഡിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരും എന്ന ഉറപ്പാണ് ബിജു നൽകുന്നത്. പുതിയതായി അംഗൻവാടി കെട്ടിടം നിർമ്മിച്ച് ജനങ്ങൾക്ക് സമർപ്പിക്കും. വാർഡിലെ കടവുകളുടെയും സ്ട്രീറ്റ് ലൈറ്റുകളുടെയും നവീകരണങ്ങൾ പൂർത്തിയാക്കും. 10 വർഷമായി വാർഡിലെ റോഡുകളെല്ലാം നശിച്ചു കിടക്കുകയാണെന്നും അവയെല്ലാം നവീകരിക്കുന്നതിനുള്ള നടപടി വേഗത്തിൽ സ്വീകരിക്കുമെന്നും ബിജു പറഞ്ഞു. LDF പ്രവർത്തകരും വലിയ പ്രതീക്ഷയോടെയാണ് വാർഡിൽ പ്രചാരണത്തിനിറങ്ങുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടങ്ങളെല്ലാം വാർഡിൽ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയാണ് LDF പ്രവർത്തകർക്കുള്ളത്. കിഴക്കേക്കര സ്കൂളിൻ്റെ വികസനമടക്കം എടുത്തുകാട്ടിയാണ് LDF പ്രവർത്തകർ വാർഡിൽ ജനങ്ങളുടെ വോട്ട് അഭ്യർത്ഥിക്കുന്നത്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.